ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് രണ്ട് സംഭവങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. സാൻഡ്വിച്ച് പാസേജ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒന്നാമത്തെ സംഭവം പകുതി വരെ പറഞ്ഞു നിർത്തിയിട്ട് അതിന്റെ ഇടയിൽ രണ്ടാമത്തെ സംഭവം മുഴുവനായിട്ട് പറയുന്നു. അതിനുശേഷം ഒന്നാമത് പറഞ്ഞു നിർത്തിയ സംഭവത്തിന്റെ ബാക്കി കൂടി പറയുന്നു. സാൻഡ്വിച്ച് പാസേജ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ജായറോസിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ മകളെ പുനർജീവിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗം പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഈ പ്രകാരമാണ്. ഈശോ അടുത്തേക്ക് ഒരു ഭരണാധികാരി വരുന്നു. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, എന്റെ മകള് അല്പം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, എന്റെ മകള് അല്പം മുമ്പ് മരിച്ചുപോയി, ഇനി നീ വന്ന അവളുടെ മേൽ കൈകൾ വെച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറയുകയാണ്. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. മകള് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് രോഗശാന്തിക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈശോയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം വന്നിട്ട് പറയുകയാണ്, എന്റെ മകൾ മരിച്ചുപോയി, നീ വന്ന് കൈകൾ വെച്ചാൽ അവൾ ജീവിക്കും. ഈശോ സുവിശേഷങ്ങളിൽ 3 പേരെയാണ് ഉയർപ്പിച്ചതായിട്ട് പറയുന്നുള്ളൂ. ലാസർ, അതുപോലെ തന്നെ നായിം പട്ടണത്തിലെ വിധവ, പിന്നെ ജായറോസിന്റെ മകള്. ഈ ബാക്കി 2 സംഭവങ്ങളിലും അവർ ഈശോയോട് ഉയർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ ഈ ബാലികയുടെ പിതാവ് എന്നിട്ട് പറയുകയാണ്, നീ അവളുടെ മേലെ കൈകൾ വെച്ചാൽ അവൾ ജീവിക്കും എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ട സംഭവം 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ പോലും ഞാൻ സുഖം പ്രാപിക്കുമെന്ന് കരുതുന്ന ഒരു സ്ത്രീ. മാനുഷികമായി ചിന്തിച്ചാൽ ഇതും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ആ സ്ത്രീയുടെ വിശ്വാസം അത് ചെയ്യാനായിട്ട്, ഒരു അത്ഭുതം ചെയ്യാനായിട്ട് ഈശോയും നിർബന്ധിക്കുകയാണ്. ഒരു ഇന്നത്തെ സുവിശേഷത്തിലെ 2 സംഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ വളരുക എന്നുള്ളതാണ്. നമുക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടോ അവിടെ നിന്ന് ഈ പറയുന്ന 2 പേരുടെ വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.